ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ MBA സെക്കൻഡ് സെമ്മിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള പ്രോസസ് മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ വാല്യൂ എൻജിനീയറിംഗ്? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇത് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ്, ഈ രണ്ട് കാര്യങ്ങളിലും ഒട്ടും വീഴ്ച വരുത്താതെ എങ്ങനെ നമുക്ക് കോസ്റ്റ് മാക്സിമം ലാഭിക്കാം എന്നുള്ളതാണ് വാല്യൂ അനാലിസിസും അതുപോലെ തന്നെ വാല്യൂ എൻജിനീയറിങ്ങും. അപ്പോൾ എന്താണ് വാല്യൂ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോ ആക്റ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ വാല്യൂ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റിൽ മേക്ക് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് അനാവശ്യ ചിലവുകളൊക്കെ മാക്സിമം കുറക്കാൻ നോക്കുക. ലൈക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യാൻ നോക്കുക. ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കണ്ടെത്തി അങ്ങനെ ഒരു ചിലവ് ഇല്ലാതാക്കാൻ നോക്കുക. അതാണ് വാല്യൂ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് ഓൾറെഡി മുൻകൂട്ടി നമ്മൾ വളരെ ക്വാളിറ്റിയിലും പെർഫോമൻസിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതിന് പുറമെ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി കോസ്റ്റ് അവിടെ ലാഭിക്കുക. ദെൻ രണ്ടാമതാണ് വാല്യൂ അനാലിസിസ്. ഇത് പറയുന്നത് റിയാക്റ്റീവ് അപ്രോച്ചാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിനെ ഓൾറെഡി എക്സിസ്റ്റ് ആയതിനു ശേഷം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ചേഞ്ച് വരുത്തുക. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ മേലിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് കോസ്റ്റ് ലാഭിക്കുക. കോസ്റ്റ് കുറയ്ക്കണതിനാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബേക്കറിയിൽ ഒരു ബ്രാൻഡിൻ്റെ ബിസ്ക്കറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. അവരത് കൊടുക്കും. അപ്പോൾ ബ്രാൻഡുകാർ എന്ത് ചെയ്തു, ഓൾറെഡി അവരുടെ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്തു. ഇനി അവർ നോക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ എങ്ങനെ നമുക്ക് കോസ്റ്റ് ലാഭിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള പാക്കേജ് ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാക്കേജ് വളരെ തിന്നാക്കിയിട്ടുള്ളൊരു പാക്കേജോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇവരെ പാക്കേജിൻ്റെ മേലെ ഇവർക്കുള്ള കോസ്റ്റ് 50% അത് 30% കുറയും. അപ്പോൾ അവിടെ 20% അവർക്ക് ലാഭമാണല്ലോ. അങ്ങനെ അതായത് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം കോസ്റ്റ് കുറക്കാൻ നോക്കുക. ഇതിനാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കീ സ്റ്റെപ്സ് ഓഫ് വാല്യൂ എൻജിനീയറിംഗ് ആണ്. അതിൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ ഫേസ് ആണ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ സ്റ്റഡി ചെയ്യണത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപകാരം എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷന് അതിൽ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ ബോഡി പാർട്സും ഏതൊക്കെയാണെന്നും ആ ബോഡി പാർട്സ് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നത്, കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജാണ് ഫങ്ഷൻ അനാലിസിസ്. അതായത് അതിൻ്റെ ഓരോ പ്രൊഡക്റ്റിനെയും ഓരോരോ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ ഓരോരോ ഘട്ടങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്, എസെൻഷ്യൽ സ്റ്റേജ് ഉണ്ട്. അത് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഉപകാരമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ രൂപമാണ്. അപ്പോൾ നമ്മൾ ഫാനാണ് പ്രൊഡക്റ്റ്. ഈ ഫാനിൻ്റെ ഉപകാരം എന്താ, നമുക്ക് കാറ്റ് ലഭിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അതിൻ്റെ ഉപകാരമാണ്. അപ്പോൾ ഫാനിൻ്റെ കേസിൽ നമുക്ക് കാറ്റ് കിട്ടുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ അതിൽ പറയുന്നത് അതിൽ സെക്കൻഡറി പറയുന്നുണ്ട്. സെക്കൻഡറി പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് എല്ലാം ആവശ്യമില്ല. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ടുള്ള ഉപകാരം. രണ്ടാമത്തെ അതിൽ വേണ്ട കാര്യം കുറച്ച് ഭംഗിയാണ്. ഇപ്പോൾ ഫാനിൻ്റെ കേസിൽ ഫാനിൻ്റെ ഉപകാരം കാറ്റ് തരിക. അതിൽ രണ്ടാമത്തെ ആവശ്യമാണ് ആ കറങ്ങുന്ന ഫാനിന് കുറച്ചൊരു ഭംഗി ഉണ്ടാക്കി കൊടുക്കുക. ഇത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ബെനിഫിറ്റാണ്. സെക്കൻഡറി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറക്കാതെ അതിൻ്റെ പെർഫോമൻസും ഒട്ടും കുറക്കാതെ എങ്ങനെയൊക്കെ നമുക്ക് അവിടെ കോസ്റ്റ് കുറക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. മേ ബി നമുക്ക് സെക്കൻഡറി അതായത് ഭംഗി കൂട്ടുന്ന കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ഒരു ആഡംബരമാണ്. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറക്കാം. അതിനൊന്നും വേണ്ടി കോസ്റ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. ദെൻ തേർഡ് സ്റ്റെപ്പ് ക്രിയേറ്റീവ് ഫേസ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ
ക്വാളിറ്റിയും പെർഫോമൻസും അതിലൊന്നും ഒട്ടും ചേഞ്ച് വരുത്താതെ വേറെ രീതിയിലോട്ട് കോസ്റ്റ് കുറക്കാൻ പറ്റുന്ന രീതി, പുതിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കണ്ടെത്തുക. അതിന് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയണം. അതായത് നമ്മൾ കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പെർഫോമൻസും കുറക്കാതെ വേറെ രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ് നമ്മൾ കുറക്കാതെ അതിൻ്റെ സെയിം ബെനഫിറ്റ് വേറൊരു ക്രിയേറ്റീവ് വേയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, അങ്ങനെ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഒരു ഫാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ ഫാൻ എങ്ങനെയാണ്, നമ്മളെ ക്വാളിറ്റിയും പെർഫോമൻസും വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണതിൽ എങ്ങനെയൊക്കെ അതിനെ പുതിയ രീതിയിലോട്ട് കൊണ്ടുവന്ന് കോസ്റ്റ് കുറക്കാം എന്നുള്ളത് ആലോചിക്കുന്നു. അതിനുശേഷം ഇവാലുവേഷൻ ഫേസ്. നമ്മൾ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഇവാലുവേഷൻ ചെയ്യുക. ഏത് ഒരു ഐഡിയ എടുത്താലാണ് നമ്മുടെ കമ്പനിക്ക് കോസ്റ്റ് ഏറ്റവും രീതിയിൽ കുറയുക എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡെവലപ്മെൻറ്റ് ഫേസ്. അങ്ങനെ നമ്മൾ ഒരു ഐഡിയ കണ്ടെത്തി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫേസ് നമ്മൾ ഐഡിയ കണ്ടെത്തി, അതിനുശേഷം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാനുള്ള ബ്ലൂ പ്രിൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഫാനാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി പാർട്സ് ഇത്ര വലുപ്പത്തിലുള്ളത്, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കാം. ദെൻ നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം, പ്രൊഡക്റ്റ് മേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് മാർക്കറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, അതെങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് വാല്യൂ എൻജിനീയറിങ്ങിൻ്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ് വാല്യൂ അനാലിസിസിൻ്റെ പ്രൊസീജിയറാണ്. അതിൽ സെലക്ട് ദ പ്രൊഡക്റ്റ് ഫോർ അനാലിസിസ്. അതായത് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് ചിലവ് കുറയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യുക. അതായത് ഈ വാല്യൂ അനാലിസിസിൽ ഓൾറെഡി എക്സിറ്റ് ആയതിനു ശേഷം നമുക്ക് നല്ലൊരു കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഓൾറെഡി എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ നോക്കുക. നെക്സ്റ്റ് ഗ്യാദർ കോസ്റ്റ് ആൻഡ് ഫങ്ഷൻ ഡാറ്റ. അതായത് ഓരോ കോസ്റ്റും എവിടേക്കാണ് കോസ്റ്റുകൾ വരുന്നതെന്നും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ പാർട്ടുകൾ കൊണ്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. അതിനുശേഷം ഐഡൻറ്റിഫൈ ഹൈ കോസ്റ്റ് ലോ വാല്യൂ ഏരിയാസ്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഹൈ കോസ്റ്റ് തരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഒരു ഉപകാരമില്ലാത്ത കുറച്ച് ഉപകരണങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുണ്ടാവും, പക്ഷെ അതിന് ഹൈ കോസ്റ്റ് ആണേനും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കണ്ടെത്തും ചെയ്യാം. ദെൻ ജനറേറ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആൾട്ടർനേറ്റീവ്സ്. എന്നിട്ട് ഇതിനൊക്കെ ശേഷം നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം, ക്വാളിറ്റി ഒരിക്കലും കുറയാതെയും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസ് ഒരിക്കലും കുറയാതെയും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കണ്ടെത്തുക. അതിനുശേഷം ടെസ്റ്റ് ഫീസിബിലിറ്റി ആൻഡ് ഇംപ്ലിമെൻറ്റ് സൊല്യൂഷൻസ്. നമ്മൾ കണ്ടെത്തിയ ആൾട്ടർനേറ്റീവ്സിനൊക്കെ നമ്മൾ ഇവാലുവേഷൻ ചെയ്യുക. ഏതാണ് ബെസ്റ്റ് വൺ, ഏത് അഡാപ്റ്റ് ആക്കിയാലാണ് നമുക്ക് കോസ്റ്റ് നല്ല രീതിക്ക് കുറഞ്ഞ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് VA, അതായത് വാല്യൂ അനാലിസിസിൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് ഇതിൻ്റെ ബെനഫിറ്റ്സ് ആണ്. അതായത് VE ആൻഡ് VAൻ്റെ ബെനഫിറ്റ്സ് ആണ്. റെഡ്യൂസ് കോസ്റ്റ്. അതായത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് നല്ല രീതിയിലോട്ട് അവർ കുറക്കുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് വാല്യൂ ആൻഡ് ക്വാളിറ്റി. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടാനും അതിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും മെറ്റീരിയൽസ് നല്ല രീതിയിലോട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ലേബേഴ്സിൻ്റെ ടൈമും എല്ലാം നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് കസ്റ്റമേഴ്സിന് ചെറിയ രീതിയിലോട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു. ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് മറ്റുള്ള കമ്പനികളുമായി നമ്മുടെ കമ്പനീനെ ഈ ഒരു VE എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കുറച്ചിട്ട് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ള കമ്പനികളെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടൈമിൻ്റെ കേസിൽ VA വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്ന സമയത്താണ് കോസ്റ്റ് കുറയ്ക്കുന്നത്. പക്ഷേ വിഇൻ്റെ സ്ഥാനത്ത് അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോസ്റ്റ് മുൻകൂട്ടി മനസ്സിലാക്കുന്നു. ദെൻ നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ വിഇയിൽ പ്രിയാക്റ്റീവ് അപ്രോച്ചും അതുപോലെ തന്നെ വിഎയിൽ റിയാക്റ്റീവ് അപ്രോച്ചുമാണ്. ഇതിൻ്റെ ഫോക്കസ് വിഇയിൽ ഡിസൈൻ ഇന്നോവേഷനാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഒരു ഡിസൈൻ പുതുതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നു. പക്ഷേ വിഇയിൽ അതിൻ്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ ഒന്ന് ഷേപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജിങ്ങോ ഷേപ്പോ എന്തെങ്കിലും ചേഞ്ച് ആക്കുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ്, ഇത് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് വിഇയിലാണെങ്കിൽ ന്യൂ പ്രൊഡക്ട്സ്, അതായത് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മേലാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്. പക്ഷേ വിഎയിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ മേലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ വിഇയും വിഎയും തമ്മിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വാല്യൂ സ്ട്രീം മാപ്പിംഗ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു കസ്റ്റമറിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് നമ്മൾ വരച്ച് കണ്ട് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. എവിടേക്കാണ് കോസ്റ്റ് കൂടുന്നത്, അതുപോലെ തന്നെ എവിടേക്കാണ് ടൈം ലാഗ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് വാല്യൂ സ്ട്രീം മാപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഹോട്ടലിലോട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു അവിടെ ഇരിക്കുന്ന ഓണർ എന്ത് ചെയ്യുന്നു, അതിന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണ്. ഫസ്റ്റ് അതിലിട്ട് ഒരു ചിക്കൻ വേവിച്ചു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് റെഡി ആയിട്ട് അത് ആ കസ്റ്റമറിന് കൊടുക്കണ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓരോന്നും വരച്ചിട്ട് അതിൽ നമുക്ക് എവിടേക്കാണ് കോസ്റ്റ് കൂടുതൽ വരുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് വാല്യൂ സ്ട്രീം മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് VSMൻ്റെ കീ എലമെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ ഫ്ലോ. അതായത് സപ്ലയർ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന്, അതായത് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അത് നമ്മുടെ ഫാക്ടറിയിൽ എടുത്തു വെച്ച സാധനങ്ങൾ നമ്മുടെ കസ്റ്റമറിലോട്ട് എത്തുന്ന വരെയുള്ള ആ ഒരു ഫ്ലോനെയാണ് മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ഫ്ലോ. ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ എങ്ങനെ ലഭിക്കുന്നു, ആ ഓർഡർ എങ്ങനെ പ്ലേസ് ആവുന്നു, ബില്ലാവുന്നു, ഇത് ഈ ഒരു ഫ്ലോനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു ഹോട്ടലിൽ ഒരു ബിരിയാണിക്കുള്ള ഓർഡർ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഡർ എങ്ങനെ കിച്ചണിലെത്തുന്നു, പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിയിട്ട് എങ്ങനെ ബില്ലിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നു എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ ഫ്ലോനെയാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഡാറ്റ. ഇതിൽ ഫസ്റ്റ് വൺ സൈക്കിൾ ടൈമാണ്, CT. അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ വന്ന് ആ ഒരു ഓർഡർ പ്രൊഡക്റ്റ് റെഡി ആക്കിയെടുത്ത കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ദെൻ ടാക്ട് ടൈം. ഇവിടെ കസ്റ്റമർ പറയും ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ റെഡിയാക്കി തരണം. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ റെഡിയാകാൻ വേണ്ടി എടുക്കുന്ന ടൈമിനാണ് ടാക്ട് ടൈം എന്ന് പറയുന്നത്. ദെൻ ചേഞ്ച് ഓവർ. അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് പോവാനെടുക്കുന്ന ടൈം. ഫോർ എക്സാമ്പിൾ, ഹോട്ടലിൽ എന്ത് ചെയ്യുന്നു, ബിരിയാണി ഫസ്റ്റ് ഉണ്ടാക്കി സപ്ലയറിന് കൊടുത്തതിന് ശേഷം അതിൻ്റെ പാത്രങ്ങൾ കഴുകി വെച്ച് നെക്സ്റ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു ജോലി എടുക്കുകയാണ്. അപ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് കടക്കാനുള്ള ആ ഒരു ടൈമിനെയാണ് ചേഞ്ച് ഓവർ ടൈം എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇത്രയും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ജീവനക്കാർ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കീ എലമെൻറ്റ്സ്. നെക്സ്റ്റ് ലീൻ ടൂൾസ്, അതായത് പ്രോസസ് സ്ട്രക്ചർ മാപ്പിംഗ്. ഇവിടെ നമ്മൾ ഒരു ജോലി ആര് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എന്തൊക്കെ ഉപകരണങ്ങൾ കൊണ്ട് ഈ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മാപ്പ് രൂപേണ വരച്ച് കാണിക്കുന്നതാണ് പ്രോസസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇങ്ങനൊരു മാപ്പ് രൂപേണ വരച്ച് കണ്ട് അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ജോലി തന്നെ വീണ്ടും 2 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഡർ വന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ എന്ത് ചെയ്തു, വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇന്ന പ്രൊഡക്ട്സിൻ്റെ സാധനങ്ങളൊക്കെ വിട്ടെടുത്തു. അപ്പോൾ A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോലിക്കാരനെ എല്ലാം പാക്ക് ചെയ്തു. പക്ഷേ B എന്ന് പറഞ്ഞിട്ടുള്ള ജോലിക്കാരനും ഈ സെയിം സാധനം കാണുന്നു, അവരും പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു മാപ്പ് രൂപേണ വരക്കുന്ന സമയത്ത് ഫൈനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 2 വ്യക്തികൾ ഒരേ ജോലി ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു സംഭവം ഇല്ലാതാക്കാൻ ഈ ഒരു പ്രോസസ് സ്ട്രക്ചർ
മാപ്പിങ്ങിലൂടെ കഴിയുന്നു. നമ്മുടെ വാല്യൂ സ്ട്രക്ചർ മാപ്പിങ്ങിൽ എന്താണ് പറയുന്നത്, അവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുന്ന് അത് ആ ഒരു പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവന്ന് കസ്റ്റമറിൻ്റെ ഒരു പ്രൊഡക്റ്റാക്കി കൊണ്ടത് കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കുന്ന വരെയുള്ള മാപ്പിംഗ് ആണ്. ഇത് എന്താണ്, അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ മാപ്പിംഗ് ആണ്. നെക്സ്റ്റ് കുറച്ച് ലീൻ ടൂൾസുകളാണ് 5S. ഇവിടെ ജോലിസ്ഥലം വൃത്തിയായിട്ട് കൊണ്ടുപോവുക, അതായത് സോർട്ട്. നമ്മുടെ അവിടെയുള്ള മെഷീൻസുകളൊക്കെ സോർട്ട് ചെയ്ത് വെക്കുന്നു. ദെൻ സെറ്റ് ഇൻ ഓർഡർ, അങ്ങനെ ഓർഡറിൽ കൊണ്ടുപോയി വെക്കുന്നു. ദെൻ ഷൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജോലിസ്ഥലം വൃത്തിയാക്കുക. ദെൻ സ്റ്റാൻഡർഡൈസ്, അതായത് എന്നും ഇതേപോലെ കൊണ്ടുപോവുക. ദെൻ സസ്റ്റെയിൻ, ഇത് നിലനിർത്തുക. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞ ടൂളാണ്. അതായത് ഇവിടെ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ചേഞ്ചുകൾ കൊണ്ടുവരിക. ഓരോ ദിവസവും കമ്പനിയിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ പേപ്പറിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും അത് കമ്പ്യൂട്ടറിലേക്ക് താനെ ഓരോ ദിവസവും നമ്മൾ മാറ്റി അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് കൻബൻ, അതായത് ഇപ്പം നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷ്വൽ സിഗ്നൽ കാണിക്കുക. ദെൻ പോകായോക്കെ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു തെറ്റുണ്ടാകാൻ പാടില്ല, അത് ശരിയായ രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫോണിലോട്ട് സിം ഇടുന്ന സമയത്ത് ആ ഒരു സിമ്മ് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ആ ഒരു സിം ആ ഒരു ഇതിൻ്റെ ക്യാബിനിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അപ്പോൾ അത് മിസ്റ്റേക്ക് ആയിട്ട് ഇടാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് SMED, മെഷീനുകളിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന സമയം നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ലീൻ ടൂൾസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് റോ മെറ്റീരിയൽസുകളും ലാബേഴ്സും മണി ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് 2 ബോർഡാക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബോർഡാണ് ഇന്റർമിറ്റൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് വളരെ കുറച്ച് വോളിയം ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല ഫുൾ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനുകൾ എന്ന് പറയുന്നത് ഫുൾ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നു. അത് മാത്രമല്ല ഇത്തരം പ്രൊഡക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതായത് കസ്റ്റമേഴ്സ് പറഞ്ഞ രീതിയിലോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കീഴിൽ 3 പോയിന്റ്സ് ഉണ്ട്. പ്രൊജക്റ്റ് ബേസ്ഡ് പ്രൊഡക്ഷന്, അതായത് ഇത് വലിയ പ്രൊജക്റ്റുകൾക്ക് വലിയ ജോലികളായിരിക്കും ഇത്. ഇപ്പോൾ ഒരു കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വലിയ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ബേസിൽ കുറേ സമയമെടുത്ത് ചെയ്യുന്ന ജോലിയാണ് പ്രൊജക്റ്റ് ബേസ്ഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഷിപ്പ് ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലം പണി, ഇതൊക്കെ എന്താ വലിയൊരു പ്രൊജക്റ്റാണ്. അതിന് കുറേ സമയം എടുക്കും. അങ്ങനെ കുറേ സമയം എടുത്ത് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു ജോലിയാണ് ഇത്. രണ്ടാമത് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ. ഇവിടെ എന്താണ്, ഒരു കസ്റ്റമർ ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുത്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് അവിടെ മേക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് വോളിയം ഉണ്ടാവുള്ളൂ. അതും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം മാത്രം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എപ്പോഴാണ് ഓർഡർ കൊടുക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ദെൻ ബാച്ച് പ്രൊഡക്ഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കുറേ വോളിയം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീനെ ഫ്ലെക്സിബിൾ ചെയ്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീന് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ബ്രെഡിൻ്റെ വോളിയം കുറേ ഉണ്ടാകും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീനെ സ്വിച്ച് ചെയ്യും. എന്തിന്, ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മെഷീനിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ബോർഡ് കാറ്റഗറീസിൽ ഒന്നാമത്തെ ബോർഡായിട്ടുള്ള ഇന്റർമീഡിയറ്റ് പ്രൊഡക്ഷനിൽ വരുന്ന പോയിന്റ്സ്. ഇതിലെ B കാറ്റഗറിയാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, അതായത് ഒരു ലാർജ് വോളിയം ഓഫ് എമൗണ്ട് ആയിരിക്കും ഇവിടെ പ്രൊഡക്ട്സ് മേക്ക് ചെയ്യണത്. ഇവിടുത്തെ മെഷീൻസ് ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും എണ്ണി തീരാവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ എണ്ണല്ല ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷനാണ്. നേരത്തെ ഇന്റർമീഡിയറ്റ് പറയുമ്പോൾ ഇടവിട്ടുകാണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഒരു ലാർജ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്നത് മാസ് പ്രൊഡക്ഷൻ. അതായത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരേപോലത്തെ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ മെഷീനുകൾ യൂസ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രൊഡക്ട്സാണ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ദെൻ ഫ്ലോ പ്രൊഡക്ഷൻ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ
ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിരിക്കും, അങ്ങനെ ഫ്ലോലെസ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, നമുക്ക് ഒരിക്കലും എണ്ണി തീരാൻ പറ്റുന്നതല്ല. ദെൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രൊഡക്ഷനും, അതായത് ഇടവിട്ടുണ്ടാക്കുന്ന പ്രൊഡക്ഷനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനും, ഈ രണ്ട് സിസ്റ്റത്തിന്റെയും നല്ല നോക്കിയിട്ട് ചെയ്യുന്ന രീതിയാണ് ഹൈബ്രിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡെലിവറി സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 2 ബോർഡുകൾ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് സർവീസ് ഡെലിവറി സിസ്റ്റം ആയിരുന്നു. അത് പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 ബോർഡ് ഉണ്ട്. ഇനി അതിൻ്റെ സർവീസ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ 3 രീതിക്കുണ്ട്. സർവീസ് ഫാക്ടറി, ഇവിടെ എങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾക്ക് ഒരേപോലെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതിയാണ്. ഇവിടെ കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ല, കാരണം എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫുഡ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ മെനുവിൽ എന്താണോ ആ ഒരു ഫുഡ് മാത്രമേ പറ്റുള്ളൂ, കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ല. നെക്സ്റ്റ് പ്രൊഫഷണലിസം സർവീസ്, ഇവിടെ എങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കൂട്ടം ജനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ദെൻ ഹൈബ്രിഡ് പറയുമ്പോൾ ഫസ്റ്റ് സർവീസ് ഫാക്ടറിന്റെയും പ്രൊഫഷണൽ സർവീസിന്റെയും ഒരു മിക്സ്ഡ് ആണെന്ന് പറയുന്നു. അതായത് ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടാക്കും, അവരുടെ മെനുവിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ ഇവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫുഡിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ എരി കുറച്ച് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ എരി കുറച്ച് കുറച്ചോളൂ എന്നുള്ള രീതിയൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടലി പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്ന ടോപ്പിക്, ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്ക് ലേ ഔട്ട് ആൻഡ് ഫാക്ടറി ഡിസൈൻ. അതായത് ഒരു ഫാക്ടറിയിൽ അവിടെയുള്ള സ്പേസ് അതുപോലെ തന്നെ മെഷീൻസ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഓർഡറിൽ വെക്കുന്നതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേ ഔട്ടിൽ ടൈപ്സുകളാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ലേ ഔട്ട്, അതായത് ലെയിൻ ലേ ഔട്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് നമ്മൾ ലൈനായിട്ട് അസംബിൾ ചെയ്ത് വെക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ കഴിയും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് തന്നെ അതിൻ്റെ മെഷീൻ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് പ്രോസസ് ലേ ഔട്ട്, അതായത് ഫങ്ഷണൽ ലേ ഔട്ട്. ഇത് പറഞ്ഞാൽ അതായത് ഇവിടെ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമുക്ക് കുറേ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇത്തരം മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ലൈനായിട്ടുള്ള ഒരു മെഷീൻ ലേ ഔട്ടല്ല, ഇത് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു മെഷീൻസ് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ഫിക്സ്ഡ് പൊസിഷൻസ്, അതായത് പ്രൊഡക്ട്സ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻസ് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അവിടുന്ന് അവരുടെ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലാബേഴ്സ് അവിടെ പോയിട്ട് ആ മെഷീനെ സമീപിക്കണം. നെക്സ്റ്റ് സെല്ലുലാർ വേ ഔട്ട്, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ പ്രോസസ്സിനെയും ഓരോ ജോബ് സെല്ലുലറാക്കി മാറ്റുക. എക്സാമ്പിൾ, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്മാർട്ട് ഫോണായി വരണമെങ്കിൽ അതിനുള്ളിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സിനെയും എന്ത് ചെയ്യുക, ഓരോരോ സെല്ലുലാറാക്കി മാറ്റുക. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 2 ലേ ഔട്ട് തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ്. അതായത് ഇവിടെ പ്രൊഡക്റ്റ് ലേ ഔട്ടും അതുപോലെ തന്നെ പ്രോസസ് ലേ ഔട്ടും. ഇപ്പോൾ ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേ ബി അതിൽ ചില പ്രോസസ്സ് പ്രൊഡക്റ്റ് ലേ ഔട്ട്, അതായത് ലെയിൻ ബേസ്ഡ് ആയിരിക്കും മെഷീൻസ് വരിക. പക്ഷേ അതിൽ ചില പ്രോസസ്സുകളിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫങ്ഷൻ ലേ ഔട്ട് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫാക്ടറി ഡിസൈൻ ലേ ഔട്ട് എന്നൊക്കെ പറയണത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം, എത്ര ടൈം എടുക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് ആവും ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോളിങ്ങും ഉണ്ടായിരിക്കണം. അതാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ് പ്ലാനിങ്, ഇതിൻ്റെ ഒരു പ്ലാനിങ് എങ്ങനെയാണ്, നമുക്ക് എല്ലാവരും ക്വസ്റ്റ്യനിലൊരു ഉത്തരം ആണ് പറയുന്നത്. ഹൗ ക്യാൻ ഇറ്റ് ബി മെയ്ഡ്? അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അതിനെ ഇന്ന് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ മതി ഹൗ ക്യാൻ ഇറ്റ് ബി മെയ്ഡ്.
ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നിർമ്മിക്കും എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ അതിന് വേണ്ട റോ മെറ്റീരിയൽസ്, ലാബേഴ്സ്, കുറേ ഫെസിലിറ്റീസൊക്കെ ആവശ്യമുണ്ട്, കോസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ഫേർണിച്ചറിന് എന്തൊക്കെ വേണം? മരം വേണം, അത് മുറിക്കാനുള്ള ആൾ, ഷേപ്പാക്കാനുള്ള ആൾ, അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ആൾ, അതിന് കുറേ ആവശ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ എത്രത്തോളം കോസ്റ്റ് ആവും എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ജസ്റ്റ് ഒരു ഹൈപ്പോത്തസിസിൻ്റെ ബേസിൽ ഒരു എമൗണ്ട് ഇടണം. നെക്സ്റ്റ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് നമ്മൾ അറിയണം. നെക്സ്റ്റ് ഒരു പോയിൻറ്റ്, ഹൗ ലേബിൾ ഈസ് ഇറ്റ്? അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസൊക്കെ ബെറ്റർ ആണോ നല്ലതാണോ നോക്കാം. ഇപ്പോൾ ഓരോ സമയം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസും ക്വാളിറ്റിയും ഒക്കെ നല്ലതാണോ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി റീസൈക്കിൾ ഇറ്റ്? അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് വീണ്ടും റീസൈക്കിൾ ചെയ്യുക? അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ കുറേ വേസ്റ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഫേർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മരക്കഷ്ണങ്ങളൊക്കെ വേസ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെയൊക്കെ ഇത് റീസൈക്കിൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് പ്ലാനിങ്. നെക്സ്റ്റ്, ഔട്ട്പുട്ട് ഓഫ് പ്രോസസ്സ് പ്ലാനിങ് ആണ്. അതിൽ ഫസ്റ്റ് റൂട്ട് ഷീറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിനൊരു റൂട്ട് ഷീറ്റ് ഉണ്ടാവും. അതായത് ആ ഒരു പ്രൊഡക്റ്റിലത്തെ പ്രോസസ്സുകൾ വിശദമായിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഏത് സ്റ്റേജ് ചെയ്യണം, അതിനുശേഷം ഏത് സ്റ്റേജ്, ഏത് മെഷീൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ റൂട്ട് ഷീറ്റിൽ പറഞ്ഞുതരിക. ജോബ് കാർഡ്. ജോബ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ജോലി തുടങ്ങിയ സമയം, എൻഡിങ് ചെയ്ത സമയം, അതിലെത്ര ഡിഫക്റ്റ് വന്നു, ആ ഒരു ജോലിക്കാരൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ജോബ് കാർഡിൽ ഉണ്ടാവുക. ഓപ്പറേഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്യണം, ഇത്ര സ്പീഡിൽ, ഇത്ര ഡെപ്റ്റിൽ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഷീറ്റിലുണ്ടായിരിക്കണം. വർക്ക് ഓർഡർ. വർക്ക് ഓർഡർ എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യാനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞു. അതായത് ഇന്ന സ്ഥാപനത്തിലോട്ട് ഈ ഒരു ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കാർഡ് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള ഈ ഒരു കാർഡിനെയാണ് ഒരു സമ്മതം കിട്ടി. അതിനാണ് വർക്ക് ഓർഡർ എന്ന് പറയുന്നത്. വർക്ക് ഓർഡർ 2 ടൈപ്പ് ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞാൽ സാധാ ഒരു പേപ്പറിൽ എന്ത് ചെയ്യണോ, ഒപ്പിട്ട് തരണം. ഈ ഒരു വർക്ക് ഓർഡർ അപ്രൂവൽ ചെയ്ത് തരാണ് ഒപ്പിട്ട് തരണത്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ലെറ്റർ കൊടുക്കുന്നത്. നെക്സ്റ്റ്, വർക്ക് ഓർഡർ ലൈഫ് സ്റ്റൈല്. അപ്പോൾ ഫസ്റ്റ് ക്രിയേഷൻ. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ എഴുതുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടേക്ക് 100 ചെയർ ഉണ്ടെന്ന് മനസ്സിലാവണം. 100 ചെയർ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ക്രിയേഷൻ ചെയ്യുന്നു. അപ്രൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനത്തിന് നമ്മൾ എന്തെങ്കിലും അപ്രൂവൽ വാങ്ങുന്നു, മാനേജറെ കയ്യിൽ നിന്നോ സൂപ്പർവൈസറെ കയ്യിൽ നിന്നോ. ഷെഡ്യൂളിങ്, ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോൾ നിർമ്മിക്കണം എന്നുള്ള കാര്യം ഷെഡ്യൂൾ ചെയ്യുന്നു. എക്സിക്യൂട്ടീവ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ പണി തുടങ്ങുക. മോണിറ്ററിങ് ആൻഡ് അപ്ഡേറ്റ്, അതായത് ഓരോ ടൈമിലും പണി എത്രത്തോളം ആയെന്ന് മോണിറ്റർ ചെയ്യുന്നു, അതിൻ്റെ വിവരങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ 100 ചെയർ ഉണ്ടാക്കുന്നത് 90 ചെയർ ആയി എന്നുള്ള അപ്ഡേറ്റ് ചെയ്യുക. ക്ലോഷ്യൂർ, അങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫുള്ളും ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഈ ഒരു സംഭവം അടക്കുക. അപ്പോൾ ഇതാണ് ടോട്ടലി വർക്ക് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഒരു കമ്പനിയിലെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ പരിശോധിക്കുന്നു. അതിനുശേഷം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ആ പ്രോസസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതിനെയാണ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബേക്കറിയിൽ കേക്കുകളൊക്കെ നിർമ്മിച്ച് കഴിയുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് 2 മണിക്കൂർ കൊണ്ട് ഒരു കേക്ക് നിർമ്മിച്ച് കഴിയണത് എന്ന് അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത്, ഈ കേക്ക് നിർമ്മിക്കാനുള്ള ഓരോ മെറ്റീരിയൽസ്, ഓരോ സാധനങ്ങൾ പല പല ഇടങ്ങളിലായിട്ടാണ് സ്റ്റോർ ചെയ്യണതും. അതുപോലെ തന്നെ ഈ വർക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറേ ടൈം അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു,
ആ ഒരു പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഒരേ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ പ്രോസസ്സ് അവിടെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അവിടെ എന്ത് ചെയ്തു, ആ ഒരു ടൈം 2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറും 20 മിനിറ്റായി മാറി. കേക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടൈം കുറഞ്ഞു. അപ്പോൾ ഇതിനാണ് എന്ത്, പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ്. നിലവിൽ ചെയ്യുന്ന പ്രോസസ്സിനെ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്സ് ആണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, അതായത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ പ്രോസസ്സ്. അതായത് എവിടുത്തെ പ്രവർത്തനത്തിലാണ് പ്രോബ്ലം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കിച്ചണിൽ ഒരു കസ്റ്റമർ ഫുഡ് ഓർഡർ ചെയ്തു. ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കുന്നു. അപ്പോൾ ഏത് പ്രോസസ്സിലാണ് അവിടെ ലാഗ് ആവുന്നത് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അനലൈസ് കറൻറ്റ് പെർഫോമൻസ്, അതായത് കറൻ്റ്ലി അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, അതായത് ആരാണ് ആ ഒരു ഓർഡർ സ്വീകരിക്കുന്നത്, ആരാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അതിനുശേഷം ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ആൻഡ് റൂട്ട് കോസസ്, അതായത് ആ ഒരു പ്രോബ്ലത്തെ നല്ല രീതിയിലോട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട്, ആ ഒരു പ്രോബ്ലം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാം. അതിനുശേഷം ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സൊല്യൂഷൻസ്, ആ ഒരു പ്രോബ്ലം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ, ബില്ല് ചെയ്യാനുള്ളിടത്ത് ലാഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർകോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, അങ്ങനെ പല പല വഴികൾ യൂസ് ചെയ്യാം. അതിനുശേഷം മോണിറ്റർ റിസൾട്ട് ആൻഡ് സ്റ്റാൻഡർഡൈസ്, അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ വിജയകരമായോ എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുക. ഇൻ കേസ് അത് വിജയകരമായോ എന്നുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിനെ മാറ്റി വേറൊരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പോൾ ഇതാണ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. അതായത് ഫസ്റ്റ് വൺ ഫ്ലോ ചാർട്ട്, അതായത് ഒരു ചാർട്ട് രൂപേണ ഡയഗ്രാം വരച്ചിട്ട് ഇതിൻ്റെ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. എവിടേക്കാണ് തെറ്റുകൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ ടെക്നിക്ക് കോസ് ആൻഡ് എഫക്റ്റ്. ഇത് ഫിഷ് ബോൺ ഡയഗ്രാം ആണ്. അതായത് എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അതായത് ഫിഷ് ബോൺ ഡയഗ്രാം എന്നാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കോഴ്സ്, പ്രശ്നം എവിടെയാണ്, കാരണങ്ങൾ കൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്, അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ തേർഡ് പരേറ്റോ അനാലിസിസ്, അതായത് 80-20 റൂള്. അതായത് 80% പ്രശ്നങ്ങളും 20% കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ നികത്തേണ്ടത് ആ ഒരു 20% കാരണങ്ങളെ കണ്ടെത്തിയിട്ട് ആ ഒരു 80% പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ 100 കംപ്ലയിൻസ് ഉണ്ട്. ഈ 100 കംപ്ലയിൻസിൽ 80 കംപ്ലയിൻസും ഡെലിവറി ലേറ്റ് ആവണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശരിയാക്കേണ്ടത് ആ ഒരു 80 കംപ്ലയിൻസ് ആണ്. ദെൻ നെക്സ്റ്റ് PDCA സൈക്കിൾ, അതായത് പ്ലാൻ ഡു ചെക്ക് ആക്ട്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അത് പ്ലാൻ ചെയ്യുന്നു, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ചെക്ക് ശരിയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു, ദെൻ ആക്ട് ചെയ്യുന്നു. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഫലപ്രദമാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ടെക്നിക്കാണ് DMAIC, അതായത് 6 സിഗ്മ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു, നമ്മൾ ഡാറ്റാസ് മെഷർ ചെയ്യുന്നു, അതിനുശേഷം അത് അനലൈസ് ചെയ്യുന്നു, ദെൻ അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു, ദെൻ കൺട്രോൾ ചെയ്യുന്നു. ദെൻ SIPOC ചാർട്ട്, അതായത് സപ്ലയർ, ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, കസ്റ്റമേഴ്സ്, ഇങ്ങനൊരു ചാർട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് സപ്ലയർ അറിയുമ്പോൾ ഈ ഒരു കമ്പനിയിൽ 4 സപ്ലയേഴ്സ് ഉണ്ട്. ഇൻപുട്ട് അറിയുമ്പോൾ ഇപ്പോൾ ബേക്കറി ഷോപ്പാണെന്നുണ്ടെങ്കിൽ, കേക്കിൻ്റെ ബേക്കറി ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്താണ്, അവിടെ പഞ്ചസാര, മൈദ ആൻഡ് എക്സെട്ര അങ്ങനെ ആയിരിക്കും. പിന്നെ പ്രോസസ്സ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് പറഞ്ഞാൽ കേക്കാണ്. പിന്നെ കസ്റ്റമേഴ്സ് അറിയുമ്പോൾ അവരായിരിക്കും ബയേഴ്സ്. അങ്ങനെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു പ്രോബ്ലം വരുന്നത്, പ്രോസസ്സിൽ എവിടെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ദെൻ പ്രോസസ് ഫ്ലോ ഡയഗ്രാം, ഇവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രോസസ്സ് കൃത്യമായ രീതിയിൽ ഫ്ലോ ചാർട്ടായിട്ട് ഡയഗ്രാം രൂപേണ വരക്കുന്നു. അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതായത് റിപ്പോർട്ട്, അതേപോലെ തന്നെ ഗ്രാഫ്,
ഇങ്ങനെ ഡയഗ്രാം രൂപേണ കാണുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രോബ്ലംസ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണത്.